കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദൈവിക സന്ദേശത്തിനായി ഒരുങ്ങി ഇരിക്കുന്ന, കേൾക്കാൻ കൊതിയോടെ ഇരിക്കുന്ന മുഴുവൻ പേരോട് ഞാനൊരു സദ്വാർത്തമാനം, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. യു ആർ സ്പെഷ്യൽ. ആമേൻ. നിങ്ങൾ ദൈവത്തിന് ഏറ്റവും സ്പെഷ്യലാണ്. ആമേൻ. ഞാനും നിങ്ങളും കർത്താവിന് ഏറ്റവും സ്പെഷ്യലാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ആമേൻ. ഒരു സംശയവും വേണ്ട. ആമേൻ. കാരണം ദൈവം വസിക്കുന്ന ആലയമാണ് ഞാനും നിങ്ങളും. ആമേൻ. ആമേൻ. ഇത് പറയുമ്പോൾ ഒരു ആമേനൊക്കെ പറഞ്ഞാട്ടെ. ആമേൻ. ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കും. ആമേൻ. യു ആർ സ്പെഷ്യൽ. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളൊരു സ്പെഷ്യലാണ്. നിങ്ങൾ കർത്താവിൻ്റെ ആമേൻ ആ യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളൊരു സ്പെഷ്യലാണ്. റോമർക്കെഴുതിയ ലേഖനം 8:26. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇവിടെ വചനം പറയാണ്, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല ഒന്നും. ബട്ട് എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആമേൻ, വചനം പറയാണ്, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്തു. എൻ്റെ അകത്ത് ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആമേൻ, വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യാണ്. ആമേൻ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ്, ആമേൻ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെ അകത്ത്, ആമേൻ, യേശു എൻ്റെ കർത്താവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെയും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. ആമേൻ. എൻ്റെയും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ശനിയാഴ്ച നിങ്ങളിത് കാണുമ്പോൾ, ആമേൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ പദ്ധതിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ സമർപ്പിക്കുമ്പോൾ, ആമേൻ, എനിക്കറിയില്ല. അതുകൊണ്ടാണ് റോമർ 8-ാം അധ്യായം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യായമാണ്. അതുകൊണ്ടാണ് റോമർ 8:1 പറയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. അകത്ത്, ആമേൻ, എൻ്റെ നിങ്ങളുടെ അകത്ത് ആ ക്രിസ്തു വന്നവർ, ക്രിസ്തു എന്ന വെളിപ്പാടുള്ളവർ, ആമേൻ, വചനം പറയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക്, റോമൻ സഭയോടാണ് ഇത് പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പം എനിക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പലരും വിധി എഴുതും, അവൻ നീ പാപിയാണ്, നിൻ്റെ ജീവിതം, അവൻ പാപിയായ നീ മരണപ്പെട്ട അവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ അതിനെ ക്രിസ്തു യേശുവിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ക്രൈസ്റ്റ് അകത്ത് വന്നപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി. ക്രിസ്തു യേശുവിൽ എനിക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ആമേൻ, ഞാൻ നിങ്ങൾ സ്പെഷ്യലാണ് ദൈവത്തിൻ്റെ എന്ന് പറയാൻ കാരണം, ആമേൻ, ക്രിസ്തു എൻ്റെ അകത്ത് വന്നപ്പോൾ, ആമേൻ, വചനം പറയാണ്, എൻ്റെ അകത്ത് ജീവൻ്റെ ആത്മാവ് വന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പാപത്തിൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് വിട്ടുപോയിട്ട് എൻ്റെ നിങ്ങളുടെ അകത്ത് ക്രിസ്തു വന്നപ്പോൾ, ആമേൻ, ജീവൻ്റെ ആത്മാവ് വന്നു. എന്തുകൊണ്ടാണ്? ആമേൻ, ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും, നോക്കിക്കേ, ആമേൻ, നോക്കി, ഈ ഭൂമിയിലേക്ക് യേശുവിനെ അയക്കുമ്പോൾ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യേശു നമുക്ക് വേണ്ടി ശിക്ഷയേറ്റവനായി ക്രൂശിൽ കയറി. പ്രിയമുള്ളവരെ, ധൈര്യത്തോടെ താഴോട്ട് വരുമ്പോൾ വചനം പറയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതായത് ദൈവം തന്ന പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നവർക്ക്, ആമേൻ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നോക്കിക്കേ, ഇന്നിത് കേൾക്കുമ്പോൾ, ആമേൻ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും.
ആമേൻ. വചനം പറയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതാണ് വചനം മറ്റൊരിടത്ത് പറയാണ്, എഫേസ്യ ലേഖനത്തിൽ പറയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും ഇവിടെ സ്നേഹിക്കുന്നവർക്ക് ആമേൻ സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കും എന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനം പറയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യുന്നതപരമായി നമ്മിൽ വ്യാപരിക്കുന്ന തൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, എൻ്റെ നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഞാനും നിങ്ങളും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്ന അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്യാൻ മതിയായവനാണ്. ഇന്ന് ഇത് കേൾക്കുമ്പോൾ ആമേൻ എൻ്റെ നിങ്ങളുടെ കഴിവിൽ ആശ്രയിക്കരുത്. ആമേൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. ആ ദൈവാത്മാവിൻ്റെ ഡയറക്ഷനിൽ മുമ്പോട്ട് പോകുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിലുള്ള നന്മകൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഈ ശനിയാഴ്ച ആമേൻ ഒന്നിനും കുറവില്ലാതെ കർത്താവ് ആമേൻ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ നിറയ്ക്കുന്നൊരു അനുഭവത്തിൽ കർത്താവ് നടത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ആമേൻ, നമുക്കിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഇന്ന് ഈ ദിവസം അപ്പോൾ ഈ ശനിയാഴ്ച വരെ കർത്താവ് ഞങ്ങളെ നടത്തി. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തണം. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിന് അവൈലബിളായി ആ അകത്തിരിക്കുന്ന ദൈവാത്മാവിൻ്റെ അനുസരിച്ച് നടക്കുമ്പോൾ ആമേൻ ഞാനൊരു ദൈവ പൈതലാണ്, എൻ്റെ ഭവനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ദേശങ്ങൾ കാണുന്ന നിലയിൽ കർത്താവെ അങ്ങ് മാനിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാ വേണ്ടാത്ത വാക്കുകളും ക്യാൻസൽ ചെയ്യുകയാണ്. വലിയൊരു അത്ഭുതം ഇന്നത്തെ ദിവസം നടക്കട്ടെ. ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആമേൻ എൻ്റെ ജീവിതത്തിൽ ആമേൻ എനിക്ക് വേണ്ടത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആമേൻ എല്ലാ സകലതും നന്മയ്ക്കായി, സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ കർത്താവ് സകലതും നന്മയ്ക്കായി ഒരുക്കിയതിന് നന്ദി. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ കമൻറ്റുകളിടാം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെയും പ്രഭാതത്തിൽ എല്ലാ ദിവസവും രാവിലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.